ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ലക്ഷദ്വീപിൽ അഗത്തി ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേയുടെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ എന്താ ചെയ്തത്, നമ്മുടെ ഫ്ലൈറ്റ് രാവിലെ 8:30 വരേണ്ടിയിരുന്നത്. പക്ഷേ അത് ഡിലേ, 8:30 10:00 അല്ലേ. പക്ഷേ അത് ഡിലേ ആയി, ഒരു 4 മണിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവിടെ ഒന്നും നമ്മൾ ബൈക്കിനൊന്നും കറങ്ങിയായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ബൈക്ക് റെൻറ്റിന് എടുത്തിട്ട് നമ്മൾ അഗത്തി ഐലൻഡ് ഫുള്ള് കറങ്ങുകയാണ് ചെയ്തത് അല്ലേ അപ്പൂ? എങ്ങനെയുണ്ടായിരുന്നു അപ്പൂന്? ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ട്. ആക്ച്വലി ഇതൊരു 7 കിലോമീറ്റർ അളവിൽ മാത്രമേ 7 കിലോമീറ്ററേ ഉള്ളൂ ഈ ഒരു ഐലൻഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബൈക്ക് 400 രൂപയാണ് കേട്ടോ റെൻ്റ് എന്ന് പറയുന്നത്. ഒരു ദിവസം ഫുള്ള് 400 രൂപയാണ്. നമ്മളൊരു കുറച്ച് നേരം എടുത്തോളൂ, അപ്പോഴും അവർ 400 രൂപ തന്നെ വാങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ ആ ബൈക്കിന് ഞങ്ങൾ 4 പേരും കൂടെ അങ്ങ് കറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ബൈക്കിൽ നമുക്ക് ഏത് ബൈക്കാ കിട്ടിയത്? അയ്യോ, ബൈക്കിന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ നോക്കി 2 വശം തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മുടെ എന്തായിരുന്നു, നമ്മുടെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു ഫ്യൂവൽ അഗത്തി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഒരു ഇതാണ് നമ്മൾ കണ്ടത്. പിന്നെ ഇവിടെ കുറേ ബൈക്കുകളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ 2 വശവും കടലായിരുന്നു. പറയാ മിയക്ക് എന്താ പറയാനുള്ളത്? അടിപൊളിയായി കറങ്ങിയത് നല്ലതാ. കടലിലൊക്കെ നല്ല കുളിച്ചത്. അത് അല്ലാത്ത ദിവസമല്ലേ, അന്ന് നമ്മൾ കുളിച്ചില്ലായിരുന്നല്ലോ. കടലിൽ കുളിച്ചില്ല. ലാസ്റ്റ് ഡേ കടലിലൊന്നും നമ്മൾ കുളിച്ചില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് കറങ്ങിയുള്ളൂ. ഒരു 11 മണിയായപ്പോഴാണ് ഞങ്ങൾ വണ്ടി എടുത്തത്. ഫുഡ് ആയിട്ട് വൈകുന്നേരം പോയി ഇല്ലേ? നമ്മൾ ഉച്ചയായപ്പോഴേക്കും, ഉച്ചയ്ക്ക് ഒരു 2:30 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു ചേച്ചിമാരും ഉണ്ടായി. ചേച്ചിമാരും ഉണ്ടായി. പിന്നെ മിയക്കൊരു കൂട്ടുകാരിനെയും എനിക്കൊരു ചേട്ടനെയും കിട്ടി. കിട്ടിയായിരുന്നു. അതെ, അവരും ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ നോക്കി ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നിറയെ തെങ്ങുകളാണെന്നൊക്കെ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത് നമ്മളെ എയർപോർട്ടിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ പോണത്. നല്ല രസമുണ്ടായിരുന്നു ബൈക്കിൽ പോകാനായിട്ട്. നല്ല വെയിലും ഉണ്ടായിരുന്നു അല്ലേ മിയ? പിന്നെ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ഹെലികോപ്റ്റർ എപ്പോഴും, കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ എപ്പോഴും അവിടെ കറങ്ങുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ എപ്പോഴും അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് എയർപോർട്ടാണ് കേട്ടോ ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വീഡിയോ ഒന്നും അങ്ങോട്ട് കയറിയില്ല. അപ്പോൾ നമ്മൾ പുറത്തു നിന്നൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ നമ്മളൊരു സ്കൂള് കണ്ടായിരുന്നില്ലേ? 4 സ്കൂളുകൾ നമ്മൾ കണ്ടു. അപ്പോൾ 4 സ്കൂളുകൾ ഉണ്ടായിരുന്നു. 8 or 10 പള്ളികളൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതേ ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചിങ്ങ് പോരുകയാണ്. എയർപോർട്ടിൻ്റെ അവിടെ നമ്മൾ തിരിച്ച് പോരുകയാണ്. നല്ല വ്യൂ ആണ്. എയർപോർട്ടിൽ നമ്മൾ കണ്ടായിരുന്നില്ലേ, നമ്മൾ ഈ പ്ലെയിനിൽ നിന്ന് നമുക്ക് മുകളിൽ നോക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ ഈ ഒരു ഐലൻഡ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാക്കകളില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അഗത്തി ഐലൻഡിൽ കാക്കകളില്ല. കൽപ്പേനി ഐലൻഡിൽ കാക്കകൾ, കൽപ്പേനിയിൽ എന്താണ്ട് കാക്കകൾ ഉള്ളതായിട്ടൊരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. ശരിക്കും ചിലപ്പോൾ ഇങ്ങനെ വന്ന് കൂടുകൂട്ടിയ കാക്കകളായിരിക്കും കേട്ടോ ആ ഐലൻഡിലുള്ളത്. അപ്പോൾ വേറൊരു വ്ളോഗറിൻ്റെ വീഡിയോയിൽ ഞാൻ കുറേ കാക്കകളെ കണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ ഇത് അവിടുത്തെ വീടുകളാണ്. ഇതൊരു സ്കൂളാണ് കേട്ടോ. ഇത് അവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളാണ്. നമ്മൾ ഈ ഇടയ്ക്കൊരു ഭയങ്കര വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ, എന്തോ ഫുഡിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തൊക്കെയോ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസാണ്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന ഓഫീസാണ് ഈ കാണുന്നത്. എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ, വൈദ്യുത ഭവൻ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ കാക്കകളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ കാക്കകൾ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കവരത്തിയിലും കൂടെ നമുക്ക് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഷിപ്പിനാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഐലൻഡ്സിൽ പോകാമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് വന്നതുകൊണ്ട് അഗത്തി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതവിടെ ഒരു കപ്പലല്ല ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. റാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ താമസിച്ച വീടിൻ്റെ ഭാഗമാണ് കേട്ടോ. നമ്മൾ താമസിച്ച വീട്ടിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ നമ്മൾ താമസിച്ച ആ വീട്ടിലേക്ക് ഒരു ഇടവഴി ഉണ്ട് കേട്ടോ, അതിൽ കൂടി നമ്മൾ പോകുന്നതാണ്. അപ്പോൾ ഈ വഴി ഓർമ്മയുണ്ടോടാ? ഉണ്ട്. പിന്നെ ഞാനും എൻ്റെ കൂട്ടുകാരും വലുതാകുമ്പോൾ ഇവിടെ വരും. അഗത്തിയിലാണോ, എവിടെയാ പോകണേ? അഗത്തി തന്നെയാണോ വരുന്നത്? തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച ആ വീടെന്ന് പറയുന്നത്. ഇതിനകത്ത് ഏകദേശം 4 മുറികൾ ആണ് ഉള്ളത്. നമുക്ക് ഫുഡൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. നല്ല താമസമൊക്കെ ആയിരുന്നു. അപ്പോൾ 4 മുറികളിൽ ഓരോരുത്തരായിട്ടായിരുന്നു. നല്ലതായിരുന്നു കേട്ടോ, നല്ല താമസമൊക്കെ ആയിരുന്നു.
ഫുഡും നന്നായിരുന്നു. പിന്നെ ഒരു അങ്കിളും ആന്റിയും ഉണ്ടായിരുന്നു. ഇത് നമ്മളിപ്പോ ഇതെവിടെയാണ്? അപ്പോൾ ഇത് അഗത്തി എയർപോർട്ടിനുള്ളിലാണ്. പപ്പുവിന്റെ മിയയുടെയും ഫ്രണ്ട്സ് ആണ് കേട്ടോ അവിടെ നിക്കണേ. അപ്പു മിയ അവര് ഞങ്ങൾക്ക് ചോക്ലേറ്റ് തന്നായിരുന്നു. ചോക്ലേറ്റ് ഒക്കെ തന്നു. പിന്നെ നമ്മളിതേ ഫ്ലൈറ്റിൽ കിക്കാറ്റാണോ വന്നേ. അപ്പൊ ഇത് നമ്മൾ അഗത്തി ഐലൻഡിനോട് ഗുഡ് ബൈ പറയുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ആ ഐലൻഡിൽ നിന്നും പോരാണ്. നമ്മുടെ പ്ലെയിനിന്റെ പേരാണ് എയർ അലൈൻസ്. എയർ അലൈൻസിന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എയർ അലൈൻസിന് കൃത്യനിഷ്ഠ ഇച്ചിരി കുറവാണ്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാണ്. പിന്നെ കൊച്ചി ബാംഗ്ലൂർ ലക്ഷദ്വീപ് കണക്റ്റഡ് ആണ്. പിന്നെ എന്താണ്, ഇൻഡിഗോ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കടൽ. എന്ത് ഭംഗിയല്ലേ നോക്കി. നമ്മുടെ ഐലൻഡിൽ നിന്ന് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് പോരാണ്. ഇപ്പം നമ്മൾ കണ്ടത് മറ്റേ കൽപ്പിറ്റി ഐലൻഡ് ആയിരുന്നു കേട്ടോ താഴെ കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് പോവുക. എന്നിട്ട് നമ്മൾ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ. നമ്മൾ എല്ലാവരോടും പറയുക, എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ മേഘമൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. അത് എന്ത് ഭംഗിയാന്ന് നോക്കിയല്ലേ മേഘം കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ മറ്റുള്ളവരോടും കൂടെ പറയുക ഞങ്ങളുടെ ഈ ചാനലിനെ പറ്റിയിട്ട്. ലൈക്ക് അടിക്കുക, അത് തന്നെ കമന്റ്സ് ചെയ്യുക. എന്തെങ്കിലും നമ്മൾ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ പറയുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.